ഇവിടെ ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ പറയാൻ പോകുന്നത്, ഒരാൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈലൻറ്റ് വാച്ചർ ഉണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എല്ലാം എ ടു ഇസഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി പോസിറ്റീവ് വേയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഗതിവിധികളെല്ലാം ഇവർ സൈലൻ്റായിട്ട് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി ഹൈഡായി നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം നോക്കുന്നുണ്ട്, നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഇൻസ്പിറേഷനായിട്ടായിരിക്കും കാണുന്നത്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ തോന്നുന്നുള്ളതായിരിക്കാം. ഇല്ല എങ്കിൽ ടെലിപ്പതിക്കലി ഇവർക്ക് അറിയാമായിരിക്കും നിങ്ങൾ രണ്ടുപേരും ട്വിൻ ഫ്ലെയിം സോളാണ് എന്ന്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇതാണ് എൻ്റെ ലവ്ഡ് വൺ, ഇല്ലെങ്കിൽ ഇതാണ് എൻ്റെ ട്വിൻ സോള്, അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അതേപോലെ അവർക്കും തോന്നുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തി ഏതെങ്കിലും പ്രൊഫൈലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ID വെച്ചോ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തിയായിരിക്കാം നിങ്ങളെ സെർച്ച് ചെയ്യുന്നത്. ഇവിടെ റീഡിങ്ങിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു എന്നാണ്. ഇവിടെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഏതോ ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ല നിങ്ങളുടെ ശത്രുവോ നിങ്ങളെ മോശം ആഗ്രഹിക്കുന്ന അങ്ങനെയൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളും ഇവരുമായിട്ടുള്ള ഗുഡ് ടൈംസിനെ കുറിച്ച് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഇവർ ഇപ്പോൾ മിണ്ടത്തില്ലായിരിക്കാം. മിണ്ടുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ബന്ധം വെച്ച് പോവും. അങ്ങനെയൊക്കെ ഇവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ ചില സമയം നിങ്ങളെ കാണാൻ പറ്റാത്തതാവുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു. കാരണം നിങ്ങളോട് കാണാൻ പറ്റുന്നില്ല, നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അതൊക്കെ ആലോചിച്ച് ഇവർ ദുഃഖിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ട് പിണങ്ങിയിട്ടുണ്ടാകും. ആ വ്യക്തിയായിരിക്കാം ഇത്. അവരുടെ ആ ഒരു ദേഷ്യം കാരണം നിങ്ങൾ അവരോട് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം ഇത്. ഇവിടെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഉള്ള തോന്നൽ ഇവർക്ക് വരികയാണ്. അത് കാരണം അവർ വിഷമിക്കുകയാണ്. എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇവിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു. എപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോഴെല്ലാം ഒരു ഗുഡ് വൈബാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് ഒരു മാരേജ് ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒന്നാവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും. അതായിരിക്കാം നിങ്ങൾ മാരേജ് ചെയ്യാൻ തോന്നുന്നത്. ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ടാപ്പ് 1111 ഓം ഹ്രീം നമഃ ശിവായ.